നമസ്കാരം. ഒടുവിൽ പത്മജയുടെ വാ അടപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ പ്രിയങ്കയും കോൺഗ്രസ് നേതൃത്വവും. തരൂർ എവിടെ നിൽക്കണമെന്ന് തരൂർ തീരുമാനിക്കുന്നതിനൊപ്പം തന്നെ 2009 ചേർത്തിട്ടുണ്ടെങ്കിൽ തരൂരിന് ഇവിടെ ഒരു ബഹുമാനപ്പെട്ട സ്ഥാനവും ഉണ്ട് എന്നാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ കേന്ദ്ര നേതൃത്വം പത്മജയോട് പറയുന്നത്. മുൻ മുഖ്യമന്ത്രി കെ കരുണാകരൻ്റെ മകൾ എന്ന നിലയിൽ ഈ കാലം അത്രയും BJPയിൽ ചേർന്നുകൊണ്ട് പത്മജ ചെയ്തു കൂട്ടിയതിനൊന്നും സത്യം പറഞ്ഞാൽ ഗാന്ധി കുടുംബം അല്ലെങ്കിൽ കോൺഗ്രസോ അത്ര കണ്ടങ്ങ് പ്രതികരിച്ചിട്ടില്ല എന്നതാണ് സത്യം. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം മുരളീധരൻ ഇന്നും പാർട്ടിക്ക് നെടുന്തൂണായിട്ട് നിലയുറപ്പിക്കുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ്. ആ മുരളീധരൻ തന്നെ പത്മജയ്ക്ക് കണക്കിന് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. തരൂർ വിഷയം വലിയ വിവാദങ്ങളിൽ പുകഞ്ഞിപ്പോൾ ആളെ കത്തിയപ്പോൾ അതൊന്ന് കെട്ടടങ്ങുന്നതിനിടയിലാണ് ഇപ്പോൾ കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് പോയ പത്മജ ഇപ്പോൾ എരുതിയിൽ എണ്ണയൊഴിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. മനസ്സമാധാനം കിട്ടാനായിട്ടാണ് താൻ ഈ പാർട്ടി വിട്ടത് എന്ന് പത്മജ പറയുമ്പോഴും BJPക്ക് സത്യം പറഞ്ഞാൽ അവർ വെറുമൊരു കറിവേപ്പിലയാണ്. ഈ പത്മജയെ കൂടാതെ തന്നെ അങ്ങനെയുള്ള ഒരു മുഖ്യമന്ത്രി സന്തതി കൂടി വേറെയുണ്ട്. മറ്റാരുമല്ല, AK ആൻ്റണിയുടെ പുത്രനായിട്ടുള്ള അനിൽ ആൻ്റണി. ഒരു സുപ്രഭാതത്തിൽ ഇവരൊക്കെ BJPക്ക് ഒരു 8 കോളം വാർത്തയായി തന്നെ മാറിയപ്പോൾ BJPക്ക് ഇവരൊക്കെ വെറും കറിവേപ്പില മാത്രമാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം തൊട്ട് തരൂർ കോൺഗ്രസിൻ്റെ വരുതിയിൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. 2009 മുതൽ തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് തന്നെ കൈപിടിച്ചു കൊണ്ടുവന്നത് കോൺഗ്രസ് ആണെന്നും അതിൻ്റെ അമരത്തിരിക്കുന്നത് ഗാന്ധി കുടുംബമാണെന്നും മാപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് തരൂർ കീഴടങ്ങുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം കാണാനായത്. ഏതായാലും വിവാദങ്ങൾക്ക് തിരികൊളുത്തി അത് ആളി കത്തിക്കാനായിട്ട് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിനൊപ്പമുള്ള ഒരു ചിത്രവും പങ്കുവച്ചതോടുകൂടി തരൂർ BJPയിലേക്ക് എന്നുള്ള വാർത്തകൾ പ്രചരിച്ചു തുടങ്ങി. എന്നാൽ തരൂരിനെ പിന്നീട് കണ്ടതാകട്ടെ ആശാവർക്കർമാരുടെ പ്രതിഷേധ സമരത്തിൽ അവർക്ക് പിന്തുണയുമായിട്ടായിരുന്നു. ഇവിടെ തന്നെ കോൺഗ്രസ് വിട്ട് തരൂരിന് ഒരു പോക്കില്ല എന്ന കാര്യം ഉറപ്പായതാണ്. എന്നാൽ അതിനു പിന്നാലെ ഞെട്ടിക്കുന്ന പ്രഖ്യാപനവുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കളത്തിലേക്ക് ഇറങ്ങുകയാണ് ഉണ്ടായത്. തരൂരിന് പുതിയ പദവി, അതും ലോക്സഭാ പ്രതിപക്ഷ ഉപനേതാവ് എന്ന പദവിയാണ് രാഹുൽ ഗാന്ധി നൽകിയിരിക്കുന്നത്. അതിനായി ഡൽഹിയിൽ അടിയന്തര യോഗം ചേരുകയാണ് കോൺഗ്രസ് നേതൃത്വം. കഴിഞ്ഞ ദിവസം സോണിയയുടെ വസതിയിൽ തരൂർ എത്തി രാഹുലുമായിട്ട് മറ്റാരുമില്ലാതെ ഒറ്റയ്ക്ക് മുഖാമുഖം സംസാരിച്ചതിന് ശേഷം അതേ രാഹുലിൻ്റെ കാറിൽ തരൂർ കയറുന്ന കാഴ്ചയാണ് പിന്നീട് കാണാനായത്. എന്നാൽ രാഹുലിനെ കൊണ്ടൊന്നും തരൂരിനെ വരുതിയിലാക്കാനായിട്ട് സാധിക്കില്ല എന്ന് പറഞ്ഞ് BJP ആഞ്ഞടിക്കുമ്പോൾ കൊത്തിവലിക്കാനായിട്ട് തക്കം പാർത്തു നിൽക്കുന്ന കഴുകന്മാരെ പോലെ നോക്കി നിൽക്കുകയായിരുന്നു അവർ. അവിടെയാണ് തരൂരിന് പുതിയ പദവി വെച്ച് നീട്ടിക്കൊണ്ട് രാഹുൽ ഗാന്ധി പുതിയ ചുവട് വെച്ചിരിക്കുന്നത്. അതും തന്നോടൊപ്പമുള്ള പ്രതിപക്ഷ ഉപനേതാവിൻ്റെ കസേരയാണ് ഇപ്പോൾ തരൂരിനായിട്ട് കോൺഗ്രസ് വെച്ച് നീട്ടിയിരിക്കുന്നത്. നിലവിൽ പ്രതിപക്ഷ ഉപനേതാവാകട്ടെ ഗൗരവ് ഗൊഗോയിയാണ്. അസമിൽ നിന്നുള്ള MP-യും അതോടൊപ്പം തന്നെ ഹിമന്ത് വിശ്വകർമ്മയെ പിടിച്ചു കുലുക്കുകയും ചെയ്ത ഒരു നേതാവ് കൂടിയാണ് ഗൊഗോയി. കേരളത്തെ പോലെ തന്നെ അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന അസമിലും PCC പുനഃസംഘടന അത് നടക്കാനിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഗൊഗോയിയെ അസമിലെ ചുമതലയിലേക്ക് കേന്ദ്ര നേതൃത്വം വിടുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ വാ പോയ കോടാലിയെ പോലെ വായിൽ തോന്നിയത് വിളിച്ചു പറയുന്ന പത്മജയുടെ വാ ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വവും പ്രിയങ്കയും എല്ലാം തന്നെ ദേശീയ നേതൃത്വം എല്ലാം തന്നെ ഇപ്പോൾ അടപ്പിച്ചിരിക്കുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ ദേശീയ നേതൃത്വം ആഞ്ഞടിക്കുന്നത്. എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. Please subscribe our channel.